വലതുവശത്തെ കള്ളൻ കാണാൻ എടപ്പള്ളി ലുലു മാളിലുള്ള PVR സ്ക്രീൻ 5 എത്തിയിരിക്കുകയാണ്. സ്ക്രീൻ 5 എന്ന് പറയുന്നത് 4K ലേസർ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സ്പെക് വരുന്നത്. ഈ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ കാരണം ഇതുപോലെ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. ഈ ത്രില്ലർ ജോണറിൽ നമുക്ക് ഒരുപാട് കോണ്ടന്റ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ OTT ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ആവട്ടെ സീരീസ് ആവട്ടെ പണ്ടൊക്കെ ഒറിജിനൽ ലാംഗ്വേജിൽ മാത്രം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭാഷകളിലൊക്കെ ഡബ് ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ത്രില്ലർ ജോണറിലുള്ള കോണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കോണ്ടൻസിനെയൊക്കെ അതിജീവിച്ച് 2026 ഒരു പുതിയ സിനിമ വരുന്നു. ആ സിനിമ ബാക്കിയുള്ളവരെല്ലാം തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സംതിങ് ന്യൂ, പുതുതായി എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഈ ത്രില്ലർ എന്നതിനോട് എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു പേരാണ് ജീത്തു ജോസഫ്. അപ്പോൾ ജീത്തു ജോസഫിൻ്റെ 2026 ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ ആ പറയുന്ന സംതിങ് ന്യൂ എന്നുള്ളത് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ത്രില്ലർ എന്ന് പറയുന്നത് റിസ്ക് ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്ന ഡിനു തോമസ് ഈലൻ എന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയ കൂദാശ, ഈ കൂദാശ എന്നുള്ള സിനിമയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്. അപ്പോൾ ഈ സിനിമയിലും ആ സംഭവം തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ഈ സിനിമ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻ്റണി എന്നുള്ള പ്രധാന കഥാപാത്രം, അയാളുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ സീനിൽ നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് സാമുവൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തേക്ക് സ്നേഹിക്കുന്ന വേറൊരു കഥാപാത്രത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കാരണം ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവുന്നു. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ആദ്യ പകുതിയിൽ പറയുന്നത്. ഈ ചില സിനിമകളിലെല്ലാം, അതായത് 15 മിനിറ്റ് 20 മിനിറ്റിലൊക്കെ പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ സിനിമയിൽ ആദ്യത്തെ 1 മണിക്കൂറോളൊക്കെ വരുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പുതുതായിട്ടുള്ളത് അങ്ങനെ ഒന്നുമില്ല. ഒരു പരിധി കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അപ്പോഴേ ഇൻ്റർവൽ പോർഷന് തൊട്ട് മുമ്പുള്ള, അതായത് ഇടവേളയ്ക്ക് മുൻപുള്ള 10 മിനിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കൊള്ളാമല്ലോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസുകൾ, അതായത് കുറച്ച് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇൻ്റർവൽ പോർഷൻ വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ അത് ഈ സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഇൻ്റർവൽ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആൻ്റണി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ കുറേ പരിശ്രമങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ മെയിൻ റിവീൽ പോർഷൻ വരുന്നത്, പിന്നെ ക്ലൈമാക്സ് പോർഷൻ, ഈ സംഭവങ്ങളെല്ലാം ആക്ച്വലി അത്ര എഫക്റ്റീവായിട്ടല്ല സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അഴിമതിക്കാരനായിട്ടുള്ള, ആരോടും അനുകമ്പയില്ലാത്ത, മനുഷ്യജീവന് പുല്ലുപോലെ കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുമോ എന്നതിനേക്കാൾ ഉപരി ഈ സെക്കൻഡ് ഹാഫ് ലൈബ്രറി കാണിക്കുന്ന സീക്വൻസുകളൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് സത്യം. ഈ സിനിമയിലെ ബിഗ് റിവീൽ എന്ന് പറയുന്നത് ആക്ച്വലി വളരെയധികം കാലിക പ്രസക്തിയുള്ള, നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല പ്രസൻറ്റേഷൻ അത് അർഹിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ കാണുമ്പോൾ തോന്നുന്നത്. ഇതിലൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളതും ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് മറ്റേ ആളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫൈനൽ ആക്ടിലും ക്ലൈമാക്സിലും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ വളരെ വീക്കായിട്ടാണ്. ഈ സിനിമയിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ബിജു മേനോൻ്റെയും ജോജു ജോർജിൻ്റെയും. ഈ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല ഹൈ IQ ഉള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഫൈനൽ ആക്ടിലൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ഈ പറയുന്ന ഹൈ IQ അതെവിടെയോ മാറ്റി വെച്ചിട്ട് എഴുതിയ പോലെയുള്ള അങ്ങനെ വളരെ വീക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജീത്തു ജോസഫ് ഇത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഈ സ്ക്രീനിൽ 2 മണിക്കൂർ 18 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ ഈ പടത്തിനുള്ളത്. അതിൽ വരുന്ന ഒരു ക്യാരക്ടറിനോട് നമുക്ക് യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും തോന്നരുത് എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. കാരണം ഈ പടത്തിലുള്ള ഒരു ക്യാരക്ടർ പോലും നമുക്ക് മനസ്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കണം എന്ന് തോന്നുന്ന രീതിയിലല്ല വരുന്നത്. ആ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ഇത് ഈ സിനിമ അവസാനിക്കുന്ന വരെയുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം സ്ക്രീനിൽ വരുന്ന ഒരു ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ 2.60:1 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് അൾട്രാ വൈഡ് ആണ്. ഇപ്പോൾ ഞാൻ കണ്ടത് PVR ലുലു OD5 OD5 എന്ന് പറയുന്നൊരു സ്കോപ്പ് സ്ക്രീനാണ്. ചെറിയ രീതിയിൽ അത് നമ്മളെ ആസ്വാദനത്തെ ഒന്നും ബാധിക്കില്ല. ഒരു ചെറിയ രീതിയിൽ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. പിന്നെ ചില തിയേറ്റേഴ്സൊക്കെ സൂമാക്കി പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ബാക്കിയുള്ള തിയേറ്റേഴ്സിൽ അത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോ പ്രകാരം മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. അത് നമ്മൾ ആസ്വാദനത്തെ ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ക്യാമറാമാൻ സതീഷ് കുറുപ്പിൻ്റെ DOP, പിന്നെ അതിൻ്റെ കളറിങ്, അതെല്ലാം ഈ സിനിമയുടെ മൂഡിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു ശ്യാമാണ് ഇതിൻ്റെ പാട്ടുകളും BGM ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. പാട്ടൊന്നും അങ്ങനെ നമുക്ക് മനസ്സിൽ നിൽക്കുന്ന പോലെയൊന്നുമല്ല, പക്ഷേ BGM ചിലയിടങ്ങളിലൊക്കെ നന്നായിരുന്നു.
വിനായക് വി എസ് ആണ് ഇതിൻ്റെ എഡിറ്റിംഗ്, സെറ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനും കൊള്ളാമായിരുന്നു. ജീത്തു ജോസഫിൻ്റെ കഴിഞ്ഞ ചിത്രമായിട്ടുള്ള മിറാഷ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റി വലതുവശത്തെ കള്ളൻ എന്നുള്ള ഈ സിനിമയ്ക്കുണ്ട്. ഇനി പെർഫോമൻസ്, ബിജു മേനോൻ ഒരു ക്യാരക്ടർ അടിപൊളിയാണ്. കാരണം ഭയങ്കര ഗ്രേ ഷെയ്ഡുള്ള ഒരു ആ ക്യാരക്ടർ പുള്ളി നല്ല ആ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി ഒന്നും പറയാനില്ല. പെർഫോമൻസ് ബിജു മേനോൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് തന്നെ പറയാം. പിന്നെ ഫൈനൽ ആക്റ്റൊക്കെ വരുമ്പോൾ ആ റൈറ്റിംഗ് സൈഡ് വീക്ക് ആവുന്നതാണ്. അത് സാക്ഷാത് ബിജു മേനോനെ കൊണ്ട് വരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ജോജുവിന് വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ. ആ ഉള്ള സ്ക്രീൻ ടൈമിൽ പുള്ളി എഫക്റ്റീവായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ലെനയാണ്. ലെനയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ വരുന്ന ഡയലോഗ് റെൻഡറിങ് അത് ഈ സിനിമയുടെ കഥയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ KR ഗോകുൽ, പുള്ളി കിട്ടിയിരിക്കുന്ന ഒരു വലിയ റോളായിരുന്നു, അത് പുള്ളി നല്ല രീതിയിൽ മോശമാക്കിയിട്ടുണ്ട്. പിന്നെ ഇർഷാദ് ആൻഡ് ലിയോണ, ഈ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ്, പിന്നെ ചില സമയത്ത് ഇവരുടെ ഈ അഭിനയമൊക്കെ കാണുമ്പോൾ ഈ പടത്തിൽ കോമഡി ഇല്ല. അപ്പോൾ അതിൻ്റെ കുറവ് ഇവരായിട്ട് നികത്തുവാണെന്നൊക്കെ തോന്നുന്ന പോലെയായിരുന്നു. എന്തോ സംതിങ് മിസ്റ്റേക്കാണ് ആ ഭാഗത്തുള്ളത്. 2 മണിക്കൂർ 18 മിനിറ്റാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഇത് ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയായിട്ട് പോലും ഇതിന് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്ന, എന്നാൽ ഫൈനൽ ആക്ട് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു മുഷിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ളൊരു നറേഷനാണ് ഈ പടത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇത് UA 13+ ആണ്. പക്ഷേ നിങ്ങൾ ഈ സിനിമ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്. ഒരു ഇമോഷണൽ സപ്പോർട്ട് സ്വന്തം മാതാവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സീക്വൻസ്, പിന്നെ അതിനകത്ത് ബുള്ളിങ്, അതുകൂടാതെ ടീസിങ്, പിന്നെ ഇതിനകത്തൊരു പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സൊക്കെ രക്ഷപ്പെടൽ, അതായത് സൂയിസൈഡാണ് അടുത്ത് അവരുടെ ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് അവർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് മൊറാലിറ്റി തീരെ ഇല്ലാത്ത ഒരു മെയിൻ ക്യാരക്ടർ, പടത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഈവിളായിട്ടുള്ള ഒരു മൊറാലിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളുകളാണ്. അപ്പോൾ ഈ പാരൻ്റൽ ഗൈഡൻസ് UA 13+ ആണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹം എന്താണ് ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാരൻസ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാത്തപ്പോൾ ആത്മഹത്യ ചെയ്യാന്നുള്ള ഈ സിനിമയിലുള്ള സീക്വൻസുകളൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് അതൊക്കെ മനസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ പാരൻ്റൽ ഗൈഡൻസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ പാരൻ്റൽ ഗൈഡൻസ് അല്ലെങ്കിൽ കുട്ടിയെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ സിനിമയല്ലേ, അതവൻ കണ്ട് മനസ്സിലാക്കിക്കോളും എന്നുള്ള രീതിയിലേക്ക് പോകരുത്. കാരണം പഴയ ഒരു ജനറേഷൻ പോലെ അല്ല. പണ്ടൊക്കെ സിനിമാ തിയേറ്ററിൽ കുട്ടികളെയും കൊണ്ട് പോകുന്നതൊക്കെ കുറച്ച് കാശുള്ളവരൊക്കെ ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിനിമ, ഇപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാ വീക്കെൻഡിലും സിനിമയ്ക്കൊക്കെ പോകുന്ന കുട്ടികളായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ UA 13+ ആണ് എന്ന് കരുതി ഈ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഈ സിനിമയിൽ വരുന്ന ഈ ഇതുപോലുള്ള സീക്വൻസുകൾ, അതായത് സൂയിസൈഡ് ആവട്ടെ അതല്ലെങ്കിൽ ബാക്കിയുള്ളതാവട്ടെ, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അത് നിങ്ങൾക്ക് കുട്ടികളെ പെർഫെക്റ്റായിട്ട് കൃത്യമായി വേറെ സംശയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, അതായത് പാരൻ്റൽ ഗൈഡൻസ്, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം സിനിമയ്ക്ക് കൊണ്ടുപോകുക. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീത്തു ജോസഫ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രില്ലർ എന്നുള്ള ആ ഒരു ജോണറിനോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു പേരാണ്. ഇത്രയും ത്രില്ലർ സിനിമകൾ എടുക്കാം എന്ന് പുള്ളിക്ക് എന്തോ നേർച്ചയുള്ളതുപോലെയാണ്. അതിനുവേണ്ടി എടുത്തുകൂട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് വലതുവശത്തെ കള്ളൻ.